ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഉത്തമ മാതൃക കാട്ടി മരണപര്യന്തം ജീവിച്ച രണ്ട് വൃദ്ധ ദമ്പതികളുടെ കഥയുണ്ട്. ആ ദമ്പതികളുടെ മുഖത്ത് എപ്പോഴും സന്തോഷവും സംതൃപ്തിയും തുളുമ്പി നിന്നിരുന്നു. ദീർഘനാളത്തെ ജീവിത ക്ലേശങ്ങളുടെ ഉഴവുചാലുകളും അവരുടെ മുഖത്ത് കാണാമായിരുന്നു. വെറും സാധാരണക്കാരായിരുന്നു അവർ. പരിമിതമായ ജീവിത സൗകര്യങ്ങൾ, മക്കളാരും അടുത്തില്ല ശുശ്രൂഷിക്കാൻ. പക്ഷേ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. അവർ ഒരുമിച്ചിരുന്ന് കഥകൾ പറയുന്നു. സ്നേഹം തുളുമ്പുന്ന അവരുടെ കണ്ണുകൾ പരസ്പരം നോക്കുന്നു. ആ ദമ്പതികൾക്ക് പരസ്പര സ്നേഹത്തെക്കുറിച്ച് സംശയമില്ല. നൂറ്റാണ്ടുകൾ സൂര്യൻ്റെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശവും ചൂടും ഉൾക്കൊണ്ട് ഒരു രത്നം അതിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നത് പോലെ അവർ പരസ്പരം സന്തോഷത്തിൻ്റെ രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. നാം ആര് സ്നേഹിക്കുന്നുവോ അവരെ വെട്ടിത്തിളങ്ങുന്ന മുത്തുകളാക്കി തീർക്കുവാൻ കഴിയാതെ പോകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്നേഹം സ്വാർത്ഥപരമായിരിക്കുന്നത് കൊണ്ടാകാം. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാണത്. രണ്ട്, സ്നേഹിക്കപ്പെടുന്നവരുടെ അർപ്പണ മനോഭാവത്തിൻ്റെ കുറവായിരിക്കാം. സ്നേഹം മറ്റൊരാളിൻ്റെ ജീവിതത്തെ തളിരണിയിക്കുന്നത് പോലെ തന്നെ സ്നേഹശൂന്യത ആ ജീവിതത്തെ ഉണക്കിക്കളയുകയും ചെയ്യും. 3.5 വർഷം യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ അംഗങ്ങളായി തീരാമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. എന്നാൽ ശത്രുക്കൾ യേശുവിനെ പിടിക്കുവാൻ വന്നപ്പോൾ അവർ തങ്ങളുടെ ഗുരുനാഥനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ യേശുവിൻ്റെ കുരിശിൽ അവർ സ്നേഹത്തിൻ്റെ വിശ്വരൂപം ദർശിച്ചതോടെ ആ സ്നേഹത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അത് അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ദൈവസ്നേഹത്തിൻ്റെ ദർശനം ആത്മാവിൽ സംഭവിക്കുമ്പോഴാണ് രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം നമ്മിൽ വളരുന്നത്. ആവർത്തനം 7:9. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.